എത്ര പഠിച്ചിട്ടും ഓർമ്മയിൽ നിൽക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ 2012 നാഷണൽ അവാർഡ് വിന്നർ ആയിട്ടുള്ള കെ സുരേഷ് കുമാർ എന്ന് പറയുന്ന അധ്യാപകൻ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് മെമ്മറി റിട്ടൻഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്സ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് അത് ആദ്യമായിട്ട് പഠിക്കുക എന്നുള്ള രീതിയിൽ ഒരു പുതിയ ടോപ്പിക്കായിട്ട് പഠിക്കാണ്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇൻഫോർമേഷൻസായിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കുക. ഇപ്പോൾ ഒരു മാത്സിലൊരു പുതിയ ഫോമുല നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഫോമുലാസ് ഉണ്ടാവും അല്ലേ, മുന്നേ പഠിച്ച, അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കുക. കണക്ട് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഓർമ്മ കൂടുതലായിട്ട് നിൽക്കും. അതുപോലെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡെയിലി റുട്ടീനിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു ടെക്നിക്കാണ്, നമ്മൾ കിടക്കുന്നതിന് മുമ്പ്, ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ അന്ന് സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും, അതായത് രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ആ കിടക്കുന്ന നേരം വരെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അങ്ങനെ ഓർക്കുന്ന സമയത്ത് ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഓർത്ത് കഴിയുമ്പോൾ നമുക്കതൊരു ഹാബിറ്റായി മാറുകയും ചെയ്യും. നമ്മുടെ മെമ്മറി കൂടുതൽ സ്ട്രോങ് ആവുകയും ചെയ്യും. അതുപോലെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട്, അതായത് ഇപ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ കൂടുതൽ ലോങ് ടൈമിലേക്ക് നമുക്ക് ഓർമ്മയിൽ നിൽക്കും. അതുപോലെ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും ഓർഡറിലും ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഗൈഡഡ് ഇമേജറി ടെക്നിക് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം വായിക്കുന്ന സമയത്ത് ജസ്റ്റ് പാസീവായിട്ട് വായിച്ച് പോവാതെ നമ്മൾ വായിക്കുമ്പോൾ ഓരോന്നും വിഷ്വലൈസ് ചെയ്തിട്ട് പോവുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് കൂടുതലായിട്ട് ഓർമ്മയിൽ നിൽക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബയോളജി പഠിക്കുകയാണ്, ഇപ്പോൾ ഒരു പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ ആണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പോളൻ ഗ്രെയിൻ ഒരു പോളിനേറ്റിംഗ് ഏജൻറ്റ് വഴി നമ്മുടെ ഫീമെയിൽ ഫ്ലവറിലേക്ക് വരുന്നത്, അതുപോലെ ആ ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള പിസ്റ്റലിൻ്റെ ഏറ്റവും ടോപ്പിൽ, അതായത് സ്റ്റിഗ്മയിൽ വന്നിട്ട് വീഴുന്നത്, അവിടുന്ന് ജേംപോർ വഴി ഒരു പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിങ്ങനെ സ്റ്റൈൽ എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഉള്ളിലൂടെ ഗ്രോ ചെയ്യുന്നത്, അങ്ങനെ ഓരോന്ന് വായിക്കുമ്പോഴും നമ്മളത് കൃത്യമായിട്ട് ഇമാജിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വായിച്ച കാര്യങ്ങൾ ആ ഓർഡറിൽ നമുക്ക് എക്സാമിന് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. കാരണം ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വിഷ്വലി മൈൻഡിൽ ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റോറി പോലെ അത് പോവും. അപ്പം നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എക്സാമിന് എഴുതാനും കാര്യങ്ങൾ ഓർത്ത് വെക്കാനും സഹായിക്കും. അതുപോലെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊരു ടെക്നിക്കാണ് ഫ്ലാഷ് റീഡിങ്. ഫ്ലാഷ് റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ വായിക്കുന്നത് അത് 8 തവണ വായിക്കുക. 8 തവണ വായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഓരോ ടോപ്പിക്കും ഓരോ ചാപ്റ്ററും 8 തവണ വായിച്ചു കഴിഞ്ഞാൽ എന്തിനാ പിന്നെ സമയം ഉണ്ടാവുക അല്ലേ? പക്ഷേ 8 തവണ വായിക്കുക എന്നുള്ളതുകൊണ്ട് ഒരുപാട് സമയം എടുത്ത് ഓരോ തവണയും സ്പെൻഡ് ചെയ്ത് വായിക്കുക എന്നുള്ളതല്ല. ഫസ്റ്റ് ടൈം നമ്മൾ വായിക്കുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു ടോപ്പിക് എത്ര ലെങ്ത് ഉണ്ട്, ആ ഒരു ചാപ്റ്റർ എത്ര ലെങ്ത് ഉണ്ട്, എന്തൊക്കെ ഹെഡിങ് ഉണ്ട്, എന്തൊക്കെ ഇമേജസ് ആണ്, ഗ്രാഫ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എന്തിനെ പറ്റിയാണ് ഈ ചാപ്റ്റർ പറയുന്നത്, അല്ലെങ്കിൽ ഈ ടോപ്പിക് എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്നതൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. രണ്ടാമത്തെ വായനയിൽ ജസ്റ്റ് ആ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒക്കെ ഒന്ന് വായിച്ചിട്ട് കുറച്ചൊരു ഐഡിയ ഉണ്ടാക്കുക. തേർഡ് ടൈം വായിക്കുന്ന സമയത്ത് ജസ്റ്റ് പാസീവായിട്ട് മൊത്തമായിട്ടൊന്ന് വായിച്ചു പോവുക. ഫോർത്ത് ടൈം വായിക്കുന്ന സമയത്ത് ഒന്ന് വൃത്തിക്ക് വായിക്കുക. പിന്നെ 5ഉം 6ഉം 7ഉം 8ഉം തവണ വായിക്കുന്ന സമയത്ത് നമ്മൾ കീ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും വായിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മൊത്തമായിട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം സമയം വേണ്ടി വരുമായിരിക്കും. പക്ഷേ അതിൻ്റെ അടുത്ത തവണയും വായിക്കുന്ന സമയത്ത് നമുക്ക് സമയം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. കാരണം ഓൾറെഡി നമുക്കറിയാം ഈ പാരഗ്രാഫിൽ ഇന്ന പോയിന്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പോയിന്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 8 തവണ സ്പീഡിൽ നമുക്ക് വായിച്ചു പോകുന്നത്. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുന്ന സമയത്ത്, വേറെ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത്, നമ്മൾ ഓൾറെഡി ഈ ഒരു ഫ്ലാഷ് റീഡിങ്ങിനോട് അഡാപ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ഒരാളാണെങ്കിൽ അടുത്ത ടോപ്പിക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പോയിന്റ്സ് മാത്രം കണ്ണിലുടക്കിയിട്ട് നമുക്ക് കൂടുതൽ മെമ്മറി ടൈം ലാഭിക്കുകയും ചെയ്യാം, അതുപോലെ മെമ്മറി റിട്ടൻഷൻ കൂട്ടുകയും ചെയ്യാം. അതുപോലെ നമ്മുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എപ്പോഴും നമ്മുടെ കയ്യിലൊരു ഹാൻഡ് ബുക്ക് സൂക്ഷിക്കുക. എന്തിന്? ഡെഫിനിഷൻസും ഫോമുലാസും മാത്രം എഴുതാനുള്ള. അതിനകത്ത് ഒരുപാട് വാരി വലിച്ച് എഴുതാണ്ട് ഓരോ ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ ഡെഫിനിഷൻസ് ഉണ്ട്, എന്തൊക്കെ ഫോമുലാസ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. എഴുതി വയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പല കളർ യൂസ് ചെയ്യാം. ഫോമുലാസ് എഴുതാൻ ഒരു കളറ്, ഡെഫിനിഷൻ എഴുതാൻ വേറെ കളറ്, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വായിക്കാൻ തോന്നുന്ന രീതിയിൽ അങ്ങനെ ഒരു ബുക്ക് നമ്മുടെ പേഴ്സണൽ യൂസിന് നമ്മുടെ കയ്യിൽ മാത്രം വെക്കാനുള്ളൊരു ബുക്ക് നമ്മൾ സൂക്ഷിക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രെയിൻ ഒരു ഫയൽ പോലെ പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന സമയത്തും അതുപോലെ എക്സാമിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് റിവ്യൂ ചെയ്യാനും എളുപ്പമായിരിക്കും. നമുക്കത് ഓർത്തെടുക്കാൻ എക്സാമിൻ്റെ ടൈമിൽ ഏത് ചാപ്റ്ററിനാണ് ഏത് ഡെഫിനിഷനാണ് ഏത് ഫോമുലയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഓർത്തെടുക്കാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും.
അതുപോലെ മറ്റൊരു ടെക്നിക്കാണ് മൈൻഡ് മാപ്പിംഗ്. നമ്മളൊരു പുതിയ ടോപ്പിക് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നെങ്കിൽ ഫ്ലോ ചാർട്ട് പോലെ അല്ലെങ്കിൽ ഗ്രാഫ് പോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പോലെ ഒരു ട്രീ പോലെയൊക്കെ നമുക്ക് ഒരു കോർ പോയിന്റ് അതിനകത്ത് പല ബ്രാഞ്ചസ് പോകുന്ന പോലെയോ അല്ലെങ്കിൽ ഒന്നിനോട് കണക്ട് ചെയ്ത് മറ്റൊന്ന് പോകുന്ന പോലത്തെ ഫ്ലോ ചാർട്ടായിട്ടൊക്കെ നമുക്ക് ഈ ഇൻഫർമേഷൻസ് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും. അത് കൂടുതൽ കളർഫുള്ളായിട്ട് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് വീണ്ടും എടുത്ത് നോക്കാനും എല്ലാ കാര്യങ്ങളും ഒരൊറ്റ പേജിൽ നമുക്കൊരു 2 3 പേജിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട കാര്യം നമ്മൾ ജസ്റ്റ് ഒരു മൈൻഡ് മാപ്പ് പോലെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് വരച്ച് വയ്ക്കും അല്ലെങ്കിൽ ഒരു ട്രീ പോലെ ബ്രാഞ്ചസിൽ വരച്ച് വയ്ക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റ പേജിൽ ഒറ്റ നോട്ടത്തിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ടൈമും ലാഭിക്കാൻ പറ്റും, അതുപോലെ തന്നെ എക്സാമിന് എഴുതാനും ഓർത്ത് വയ്ക്കാനും സുഖമാണ്. അതുപോലെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്ലാഷ് കാർഡ്സ് എന്ന് പറയുന്നത്. ഈ ഫ്ലാഷ് കാർഡ്സ് നമുക്ക് ഫിസിക്കലി ഉണ്ടാക്കാം, ഡിജിറ്റലി ഉണ്ടാക്കാം. ഫിസിക്കലി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് സ്റ്റിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന നോട്ടിൻ്റെ ഒരു സൈഡിൽ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് എഴുതാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാർഡിൽ എഴുതിയിട്ട് കയ്യിൽ സൂക്ഷിച്ച് വെക്കാം. ഇപ്പോൾ ഡിജിറ്റലി ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോൾ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കാൻ ക്വിസ്ലെറ്റ്, ആങ്കി പോലെയുള്ള കുറേ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇന്ന് പഠിക്കുന്ന സമയത്ത് പഠിച്ചതിന് ശേഷം നമ്മളൊരു ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കി. അതിനകത്ത് ഇന്ന് പഠിച്ച മെയിൻ ഡെഫിനിഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്, ഫോർമുലാസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നാളെ ഞാൻ പഠിക്കുന്ന സമയത്ത് നാളെ വേറൊരു കാര്യം പഠിച്ചതിന് ശേഷമായിരിക്കും തലേ ദിവസത്തെ റിവൈസ് ചെയ്യുക. ആ സമയത്ത് ഇന്ന് പഠിച്ചത് മുഴുവൻ വീണ്ടും ഇരുന്ന് പഠിക്കുക എന്നുള്ളത് കുറേ ടൈം കൺസ്യൂമിംഗ് ആണ്. പകരം ഇന്ന് ഞാൻ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഫ്ലാഷ് കാർഡ് നാളെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇന്നലെ പഠിച്ച മുഴുവൻ കാര്യങ്ങളും റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ ടൈം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും അത് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ സ്പേസ്ഡ് റെപ്പറ്റീഷൻ ചെയ്യാൻ നമ്മൾ മാക്സിമം നോക്കുക. അതായത് ഇപ്പോൾ ഇന്ന് ഞാൻ പഠിച്ച കാര്യം 2 ദിവസം കഴിയുമ്പോൾ മറക്കും. അപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ പഠിച്ചതിന് ശേഷം നമ്മളൊരു 2 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മളിത് പഠിക്കുക. അതേപോലെ ഒരു നിശ്ചിത ഇടവേള വിട്ട് നമ്മൾ ഇത് ആ ഒരു ലോങ് ടേം മെമ്മറിയിലേക്ക്, ആ ഒരു ഇൻഫർമേഷൻ ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ആവുന്നവരെ നമ്മൾ ഒരു സ്പേസ് വിട്ടിട്ട് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മെമ്മറി റിട്ടൻഷൻ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. കൂടാണ്ട് പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാനും പറ്റും. താങ്ക് യു.